ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാരൻ എന്ന് പറയുന്ന മൂവിയിലെ ഒരു പൊള്ളി സോങ് വന്നിട്ടുണ്ട് നമ്മുടെ ധനുഷിന്റെ. അപ്പൊ അത് കേട്ടപ്പോ എന്തായാലും റിയാക്ട് ചെയ്യണം തോന്നുന്നു നമുക്ക്. എന്ന് വെച്ചാൽ വേറൊരു ലെവൽ സോങ് തന്നെയാണ്. ഈ പടത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളെ കാർത്തിക് നരേൻ ധ്രുവങ്ങൾ 16 എന്ന് പറഞ്ഞ റഹ്മാന്റെ പടെടുത്ത ഡയറക്ടറാണ്. ഗംഭീര പടമായിരുന്നു. ആ പടത്തിന് ശേഷം 1-2 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നൊരു പടമാണിത്. നവരസയിലും ചെയ്തിട്ടുണ്ട്. നവരസയിൽ ഒരു ആന്തോളജി ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്തായാലും ഈ ഒരു പടം നല്ല എക്സ്പെക്ടേഷൻ ഉള്ള പടമാണ്. നമുക്ക് എന്തായാലും പാട്ട് ധനുഷിന്റെ ഒരു പവർ പാക്ഡ് സോങ് ധനുഷ് തന്നെയാണ് പാടിയത്. ധനുഷ് അത് പറയാൻ പറഞ്ഞു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ്, സൗണ്ട് വരും. ബീറ്റാണ് ചെറുതായിട്ടൊന്ന് മാറി വരും. എന്തും വഴക്കാണ് അല്ലേ?
ഗംഭീരം. നല്ല പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ട് സംഭവത്തിന്. എന്തായാലും റൗഡി ബേബിക്ക് ശേഷം ഒരു പൊള്ളി സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളെ വെള്ളം ഒഴുകുന്ന പോലെ. ശരിക്കും ഓൾറെഡി പണ്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ധനുഷ് വന്ന സമയം തൊട്ടിട്ടാണെങ്കിൽ ഡാൻസ് കളിക്കുമ്പോഴും ഇങ്ങനെയാണ്. ആളുടെ പ്രത്യേകത വെച്ചാൽ എപ്പോഴും ഡാൻസിലായാലും അല്ലെങ്കിൽ ആക്ഷനിലായാലും ഓൾറെഡി ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ആക്ടിങ് പിന്നെ പറയണ്ട, ആക്ടിങ്ങിൽ ആള് പൊളിയാണ്. പിന്നെ ഇതിന്റെ മ്യൂസിക്കിനെ വേണ്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മോനെ വേറെ ലെവൽ ബീറ്റൊക്കെ നല്ല രസമുണ്ട്. ബീറ്റൊക്കെ ജി വി പ്രകാശ് ഓൾറെഡി കുറെ ഹിറ്റ് സാധനങ്ങളൊക്കെ ചെയ്ത ആൾ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഇതിൽ തന്നെ പാട്ടിന് നല്ലൊരു ഓളം ഉണ്ട് അല്ലേ. ആ ഒരു ചെറിയൊരു ഹസ്കി വോയിസ് അല്ലേ കൊടുത്തേക്കണത്. അതും അതിന്റെ മ്യൂസിക് ആയിട്ട് നല്ല സിങ്ക് ആവുന്നുണ്ട്. ഹസ്കി വോയിസ് അല്ല, നമ്മള് ധനുഷിനല്ലേ പാടിക്കണം, വേറെ കൊടുക്കാനൊന്നുമില്ല. അല്ല അതല്ലേ ഞാൻ പറഞ്ഞത്, അതെനിക്ക് അറിയാം പാടിയിരിക്കുന്നത് ധനുഷാന്ന്. പക്ഷെ എന്നാലും ഞാൻ ഹസ്കി വോയിസും ഈ മ്യൂസിക് ആയിട്ട് രണ്ടും കൂടി സിങ്ക് ആവുന്നുണ്ട്. സൂര്യന്റെ ഒരു പാട്ടുമായിട്ട് അതിന്റെ ആ ബീറ്റ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ വേണ്ടിട്ട്. പിന്നെ എവിടേക്കോ നമ്മളെ പ്രഭുദേവന്റെ ഒരു ടച്ച് നല്ലോണം അടിക്കുന്നുണ്ടായിരുന്നു. സ്റ്റെപ്പ് ഒക്കെ വരുന്ന സമയത്ത് കുറെ വൈഡ് ആംഗിളിലൊക്കെ കാണുമ്പോൾ പ്രഭുദേവ പോലെ തന്നെ ഉണ്ട് എവിടേക്കോ. പിന്നെ ഡ്രസ്സിങ്ങിന്റെ ആ ഒരു കോമ്പിനേഷൻ സംഭവങ്ങളൊക്കെ പൊളിയായിട്ട് കൊണ്ടുവന്നുണ്ട്. പിന്നെ ആ ഒരു പാട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ആയിട്ട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നല്ലപോലെ കുറച്ച് മേക്ക് ഓവർ ചെയ്തിട്ടില്ലേ, പ്രത്യേകിച്ച് ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഹെഫ്റ്റി ആക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസ്നിയിലാന്ന് തോന്നുന്നു ഇറങ്ങണത്, കാരണം അതാണ് അവരെന്നെ പാട്ട് ഇറക്കിയേക്കണത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പടവും ഏകദേശം OTT തന്നെയാ വന്നല്ലേ, ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് വന്നേക്കുന്നത്, അത്തരംഗീരെ. എന്തായാലും പടം ഗംഭീരാവട്ടെ, ഇനിയുള്ള അപ്ഡേറ്റ്സും വരട്ടെ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരട്ടെ, നമുക്കെല്ലാം കാണാം. സോ അത്രയ്ക്കുള്ളൂ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ.